ആഫ്റ്റർനൂൺ മാഡം. ഗുഡ് ആഫ്റ്റർനൂൺ. സുഖം തന്നെയല്ലേ രാജു? ആ നന്നായിരിക്കുന്നു. വരൂ അകത്തേക്ക് ആ വരൂ. ഓക്കെ. നിങ്ങളുടെ ആൾക്കാരോട് ബാഗ് ഒന്ന് എടുത്തോണ്ട് വരാൻ പറയാം. പണിക്കാരും ഇല്ല മാഡം, ഞാൻ തന്നെ എടുത്തോണ്ട് വരാം. ഏഹേ ഡോണ്ട് വറി, ഇറ്റ്സ് ഓക്കെ. അതിന് അത്ര വെയിറ്റ് ഒന്നുമില്ല, ഞങ്ങൾ എടുത്തിട്ട് വരാം. കമോൺ ഗായ്സ്. എടാ രാജു, എന്ത് നോക്കി നിക്കാ? പെട്ടി എടുക്കടാ. നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ദാറ്റ്സ് വെരി സ്വീറ്റ് ഓഫ് യു രാജു. താങ്ക് യു സോ മച്ച്. എടാ ആനന്ദ, ലഗേജ് ഒക്കെ എടുക്കണം. നീ അങ്ങോട്ടേക്ക് മുങ്ങുവാ. വാ വാ വാ. അവിടെ എന്ത് നോക്കി നിക്കാടാ? പെട്ടെന്ന് വാ. ജോ, ഇന്നാ നിന്റെ ബാഗ്. താങ്ക്സ് ഡാ. എനി ടൈം. ബ്യൂട്ടിഫുൾ പ്ലേസ്. നല്ല പീസ്ഫുൾ ആണല്ലേ? അതെ. എന്തു പറ്റി? ആരോ ഡോറിനടുത്ത് നിന്ന പോലെ തോന്നി. ആഞ്ജനേയ, 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 ശ്രീ ആഞ്ജനേയ, ആഞ്ജനേയ, ആഞ്ജനേയ. അയ്യോ. സൂര്യ, ഞാനൊരു ബുക്കിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതിതാണ്. കസ്തൂരി മഹാൾ. എത്ര കൊല്ലം പഴമയുള്ള ബുക്കാ ഇത്? 600 years പഴക്കം ഉണ്ടാവും. മേ ബി 700. വാവ്, ഒരു പെട്ടിന്ന് കിട്ടിയതാ. ഇതിന്റെ കൂടെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ദാറ്റ്സ് ഓസം. ഹേ, ഇറ്റ്സ് ഓൾ ഹാൻഡ് റിട്ടൺ റൈറ്റ്? അതെ. ഞാൻ ചില പേജുകൾ വായിച്ചു. 2 കുടുംബങ്ങളുടെ കഥയാ. 2ഉം രാജവംശമാ. ഇൻട്രസ്റ്റിംഗ്. സാർ സാർ സാറേ. ഓഹോ, 3 ആണുങ്ങളും 2 പെണ്ണുങ്ങളും ആണോ? ആ നമസ്കാരം സാറേ. എന്റെ പേര് കട്ടപ്പാന്നാ. എന്നെ കുറിച്ച് രാജ പറഞ്ഞു കാണുമല്ലോ, പാചകക്കാരൻ വേണമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ എവിടെയാ പാചകക്കാരന് വേണ്ടി ചോദിച്ചേ? ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത് വരെ ഭക്ഷണം കിട്ടിയാ മതി. ഇവന്റെ മുഖം കണിയേണ്ട, ചോറ് കിട്ടില്ല. അതിനൊരാളെ വേണ്ടേ സഹോദര? ക്ഷമിക്കണം സാറേ, തെറ്റിദ്ധരിക്കരുത്. അതൊന്നും കുഴപ്പമില്ല കേട്ടപ്പ. അപ്പൊ ഒരു പാചകക്കാരനാണല്ലേ ഏർപ്പാട് അതെ ചെയ്തത്? സാറേ, പക്ഷേ ശരിക്കുള്ള പാചകക്കാരല്ല. അല്ല, ഇപ്പോഴല്ലേ നിങ്ങൾ പാചകക്കാരനെ ഏർപ്പാടാക്കിന്ന് പറഞ്ഞത്? അതെ മാഡം, പക്ഷെ അവര് തീർച്ചയായിട്ടും പാചകം ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ആളിനല്ലേ പാചകക്കാരൻ നമ്മൾ വിളിക്കുന്നേ? ഇവൻ ഒരുപാട് സംസാരിക്കുന്നല്ലോ. ഓക്കെ ഓക്കെ. അപ്പൊ ഒരു പാചകക്കാരനെയാണ് കൂടെ കൂട്ടിക്കൊണ്ടുവന്നത് അല്ലേ? അതെ സാറേ. പക്ഷെ അയാള് പാചകക്കാരനല്ല. അല്ല സാറേ. പക്ഷെ പുള്ളിക്കാരി പാചകം ചെയ്യോ? അതെ സാറേ. പുള്ളിക്കാരി നന്നായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കോ? അവര് നന്നായിട്ട് പാചകം ചെയ്യും സാറേ. അവരെന്ന് വെച്ചാ? അവരെന്ന് പറഞ്ഞാൽ അവര് 2 പേരാണ്. ഓ, അവരിങ്ങോട്ട് അതെ വന്നിട്ടുണ്ടോ? മാഡം, ഇതാ ഞാൻ ഇപ്പൊ വിളിക്കാം. വന്നാട്ടെ. വരൂ വരൂ. ഇതിന് 2 പേരുടെ ആവശ്യമുണ്ടോ? വരൂ വരൂ വരൂ. ഇത് പാർവതി അമ്മ, ഇത് അവരുടെ മകള് അനുഷ്യ. ഹൈവേ ഹോട്ടലിൽ വെച്ച് നിങ്ങൾ കണ്ടിരുന്നു. ഞങ്ങളും ഇങ്ങോട്ട് വന്നോണ്ടിരുന്നത്. നിങ്ങളുടെ ഹസ്ബൻഡ് വന്നില്ലേ? അതെന്റെ ചേട്ടനാണ്. അവര് ബാംഗ്ലൂരേക്ക് പോയി. അവിടെ അവര് ജോലി ചെയ്യുന്നത്. ഓ, ഇവരെ ഭർത്താവ് മിലിറ്ററിയിലെ പാചകക്കാരനാ. ഇവരിവിടെ അടുത്താ താമസം.
പാചകം ചെയ്യുമെന്ന് ചോദിച്ചതിന് ഇവര് പാചകം ചെയ്ത് തരാന്ന് പറഞ്ഞു. ദി ലുക്ക് സോ ഡീസെന്റ് ആൻഡ് വെൽ ടു ഡു. അവര് പാചകം ചെയ്യുമെന്ന് നമ്മൾ എങ്ങനെയാ ചോദിക്കുക? നിങ്ങൾ എന്താ മാഡം, അങ്ങനെ ഒന്നും അല്ല. വീട്ടില് പാചകം ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും. ഒന്നുമില്ലെങ്കിലും നിങ്ങളൊരു ആർമി ഫാമിലി അല്ലേ, ഞങ്ങൾ എങ്ങനെ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ അയ്യോ, നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്. നിങ്ങൾക്ക് അവളുടെ പാചകം ഒരുപാട് ഇഷ്ടപ്പെടും. എടാ, ആ ഗ്ലാസിന് തന്നെ. എനിക്ക് ഒന്ന് മതി. രാജു സർവ് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട് ഓവറായിട്ട് വെട്ടി വിഴുങ്ങല്ലേ. ഇല്ലല്ലോ, ഞാൻ ഡയറ്റിലുള്ള. നീ എന്നെ പേടിക്കണം, നിന്നൊന്നും പറയില്ല. നീ ലെജൻഡ് അല്ലേ. എടാ സൂരി, വെള്ളം ഇറക്കിയത് മതി. ആ രാജു കാലത്ത് വരില്ലേ? പഴയ വീട്ടിലേക്ക് അപ്പോഴല്ലേ പോകാൻ പറ്റൂ? ആ വീട് എവിടെയാ ഉള്ളത്? സ്ഥലം അറിയാം, പക്ഷെ കീസ് വേണം. രാജു പറഞ്ഞു ആ വീട് നോക്കുന്നവരുടെ കയ്യിൽ നിന്ന് കീസ് മേടിച്ചോണ്ട് വരാന്ന്. അവര് കൊറേ ദൂരമാണത്രേ. എപ്പോഴാ വരാന്ന് പറയാൻ പറ്റില്ല. കുറച്ച് വെള്ളം തരൂ അനുഷ്യ. അവളെ എല്ലാരും അനുന്നാ വിളിക്കുന്നത്, അറിയൂ? അനു സിയ. ഫുഡ് ശരിക്കും നന്നായിരുന്നു അല്ലേ? വളരെ നന്നായിരുന്നു. സെർവ് ചെയ്ത പെണ്ണും അല്ലേ? അതെയോ, ഞാൻ ശ്രദ്ധിച്ചില്ല. ചുമ്മാ അഭിനയിക്കല്ലേ. നീ വായി നോക്കിയതേ ഞാനും കണ്ടു. ഇപ്പോഴും അത് മോത്തുണ്ട്. എടിയൊന്നും മിണ്ടാതിരിക്കേ. ഞാൻ ഉറങ്ങാൻ പോവാ. വരുന്നോ? ഇല്ല, നീ പോയിക്കോ, ഞാൻ കുറച്ചിട്ട് വരാം. ഓക്കെ ദെൻ. ഗുഡ് ഗുഡ് നൈറ്റ്. നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞങ്ങള് നാളെ രാവിലെ വരാം. അവർക്ക് ചപ്പാത്തി വേണമെങ്കിൽ ഞങ്ങള് ഉണ്ടാക്കി വരാം. ഓ ഗ്രേറ്റ്. എനിക്കും ചപ്പാത്തി ഒരുപാട് ഇഷ്ടാ. ഗുഡ് നൈറ്റ് അനു. ഞാനെന്നാ ഇറങ്ങട്ടെ ഏട്ടാ. എന്താ പറഞ്ഞേ? പോയിട്ട് വരാന്ന് പറഞ്ഞതാ. നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, പക്ഷെ അതൊന്നും തെറ്റല്ല. അത് ഡേഞ്ചറസാ. ഡേഞ്ചറസോ? അവളാണോ ഡേഞ്ചറസ്, അത് അവളോട് അട്രാക്ട് ആവുന്നതാണോ? രണ്ടും തന്നെയാ.